അപ്പോൾ എന്താണ് സബ്സ്പേസ്? സബ്സ്പേസുകൾക്ക് എക്സാമ്പിൾ, നോൺ എക്സാമ്പിൾസ് എല്ലാം നമ്മൾ കണ്ടു. സബ്സ്പേസ് എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. സോ നമ്മുടെ ഫസ്റ്റ് തിയറം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് W1, W2, etc. WR are subspaces of a vector space V, then their intersection is also, then the intersection of these subspaces is also a subspace of V. സബ്സ്പേസുകളുടെ ഇൻ്റർസെക്ഷൻ വീണ്ടും ഒരു സബ്സ്പേസ് ആയിരിക്കും. ഓക്കെ, ഫൈനൈറ്റ്ലി മെനി സബ്സ്പേസുകളുടെ ഇൻ്റർസെക്ഷൻ വീണ്ടും ഒരു സബ്സ്പേസ് ആയിരിക്കും എന്നാണ് നമ്മളോട് തിയറം പറയുന്നത്. സോ നമുക്ക് ഈ റിസൾട്ട് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം എല്ലാവരും വിയുടെ സബ്സെറ്റുകളാണ്, വിയുടെ നോൺ എം ടി സബ്സെറ്റുകളാണ് W1, W2, etc. WR. അപ്പോൾ ഇതിൽ സബ്സ്പേസ് ആവാനുള്ള കണ്ടീഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഷുഡ് ബി ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആസ് വെൽ ആസ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ ഈ W1, W2, etc. WR ഇവർ ഈ ആർ സബ്സ്പേസുകളുടെ ഇൻ്റർസെക്ഷൻ എടുക്കണു. ആ ഇൻ്റർസെക്ഷൻ നോൺ എം ടി ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം. ഈസ് ദാറ്റ് ഇൻ്റർസെക്ഷൻ ഇസ് നോൺ എം ടി? ബിക്കോസ് നമുക്കറിയാം രണ്ട് സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ആ സെറ്റുകൾ ചിലപ്പോൾ ഡിസ്ജോയിൻ്റ് ആയി പോകാറുണ്ട്. ഇവിടെ അങ്ങനെ വരുമോ? ഈ ആർ സബ്സ്പേസുകളുടെ ഇൻ്റർസെക്ഷനിൽ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ട് എന്നാണ് നമ്മൾ ആദ്യം കാണിക്കേണ്ടത്. അതിനുശേഷം പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈസ് ദാറ്റ് ഇൻ്റർസെക്ഷൻ ഇസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അതായത് ഇൻ്റർസെക്ഷനെ ഞാനിപ്പോൾ W എന്ന് വിളിക്കുകയാണ്. സോ Wവിലുള്ള രണ്ട് ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ സം അഡീഷൻ ആ Wയിൽ തന്നെ ഉണ്ടോ? അതുപോലെ Wയിലുള്ളൊരു വെക്ടറിനെ നമ്മൾ ഏതെങ്കിലും ഒരു ആർബിട്രറി ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വെദർ സ്റ്റിൽ ഇറ്റ് ബിലോങ്സ് ടു W. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻസ്. സോ ഫസ്റ്റ് നമുക്ക് കാണിക്കണം ദിസ് ഇൻ്റർസെക്ഷൻ ഇസ് നോൺ എം ടി. Then we have to show that it is closed under addition and scalar multiplication. So proof start ചെയ്യാം. Let W be the intersection of subspaces W1, W2, etc. WR. Means W is equal to intersection I equal to 1 to R WI. Okay. Then ഓരോ WIയും സബ്സ്പേസ് ആണ്. സബ്സ്പേസ് ആണെങ്കിൽ അതിൽ ഓരോ WIയിലും സീറോ വെക്റ്റർ ഉണ്ടായിരിക്കും. വിയിലെ സീറോ വെക്റ്റർ ആരാണോ അത് ഓരോ WIയിലും ഉണ്ടായിരിക്കും. W1-ലുണ്ടാവും, W2-ലുണ്ടാവും, അങ്ങനെ WR വരെയുള്ള എല്ലാ സെറ്റിലും സീറോ വെക്റ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് സീറോ വെക്റ്റർ ഈസ് ഇൻ W ഓൾസോ. സോ സീറോ വെക്റ്റർ ഈസ് എൻ എലമെൻറ്റ് ഓഫ് W. സോ ഒരു എലമെൻറ്റ് Wയിലുണ്ടെന്ന് നമുക്ക് കിട്ടി. ദെർഫോർ വി ക്യാൻ സേ ദാറ്റ് W is non-empty. ഓക്കെ, നോൺ എം ടി ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വെദർ ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. സോ അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സപ്പോസ് വെക്റ്റർ U ആൻഡ് വെക്റ്റർ V ഈസ് ഇൻ W. W എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻ്റർസെക്ഷൻ I ഈക്വൽ ടു 1 to R WI ആണ്. So vector U and vector V are in intersection I equal to 1 to R WI. ഒരു എലമെൻറ്റ് സെറ്റുകളുടെ ഇൻ്റർസെക്ഷനിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഓരോ സെറ്റിലും ആ എലമെൻ്റ് ഉണ്ടായിരിക്കണം. സോ ഈ യുവും വിയും ഇൻ്റർസെക്ഷൻ WIയിലുണ്ട് എന്ന് പറയുമ്പോൾ ഓരോ WIയിലും ഈ യുവും വിയും ഉണ്ട് എന്നാണ് അർത്ഥം. സോ വി ക്യാൻ സേ ദാറ്റ് U and V are in WI for every I ഈക്വൽ ടു 1, 2, 3 etc. up to R. അതായത് യുവും വിയും W1-ലുണ്ട്, ഇവർ രണ്ടുപേരും W2-വിലുണ്ട്, അങ്ങനെ WR വരെയുള്ള എല്ലാ സെറ്റിലും യുവും വിയും ഉണ്ട്. സോ WIs എല്ലാം സബ്സ്പേസസ് ആയതുകൊണ്ട് ദേ ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും യുവും വിയും WIയിലുള്ളതുകൊണ്ട് അവരുടെ സമ്മായ U plus വിയും WIയിലുണ്ട് for every I equal to 1, 2, 3 etc. up to R. അതുപോലെ തന്നെ take any scalar K, then the product KU is in WI for every I equal to 1, 2, 3 etc. up to R. ഇവിടെ U plus V is in WI for every I എന്നാണ് പറഞ്ഞത്. എല്ലാ WIയിലും U plus V ഉണ്ടെങ്കിൽ U plus V WIസിൻ്റെ ഇൻ്റർസെക്ഷനിലും ഉണ്ടാവും.
അതായത് യു പ്ലസ് വി എന്ന് പറയുന്നത് ഡബ്ല്യുവിലുണ്ട്. സോ വി ഹാവ് യു ആൻഡ് വി എലമെൻറ്റ് ഓഫ് ഡബ്ല്യു, ദെൻ യു പ്ലസ് വി എലമെൻറ്റ് ഓഫ് ഡബ്ല്യു. അതുപോലെ തന്നെ കെ യു ഇസ് ഇൻ ഡബ്ല്യു ഐ ഫോർ ഐ ഈക്വൽ ടു 1 2 3 എക്സെട്ര അപ് ടു ആർ എന്നാണ് പറഞ്ഞത്. എല്ലാ ഡബ്ല്യു ഐയിലും കെ യു ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇൻ ദ ഇൻ്റർസെക്ഷൻ ഓഫ് ഡബ്ല്യു ഐസ്. ഈ ഇൻ്റർസെക്ഷനെ നമ്മൾ ഡബ്ല്യു എന്നാണ് വിളിക്കുന്നത്. സോ വി ഹാവ് കെ യു ഈസ് ഇൻ ഡബ്ല്യു ഫോർ എവറി സ്കെയിലാർ കെ. So whenever u and v are in w, u plus v is in w, and for any scalar k, ku is in w, means w is closed under addition and scalar multiplication. അപ്പോൾ ഇതാണ് നമുക്ക് സബ്സ്പേസ് ആവാനുള്ള കണ്ടീഷൻ. നോൺ എംപ്റ്റി ആവണം, ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആവണം. സോ വി ക്യാൻ സേ ദാറ്റ് w ഈസ് എ സബ്സ്പേസ് ഓഫ് v. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കൺസെപ്റ്റ് പുതിയൊരു ഡെഫിനിഷനാണ്, ലീനിയർ കോമ്പിനേഷൻ. ലീനിയർ കോമ്പിനേഷൻ മീൻസ് ലീനിയറായിട്ട് നമ്മൾ കമ്പൈൻ ചെയ്യുകയാണ് എലമെൻസിനെ. ഇപ്പോൾ ഐ, വെക്റ്റർ ഐ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളാണ്, അതുപോലെ വെക്റ്റർ ജെ പരിചയമുള്ള മറ്റൊരാളാണ്. ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു വെക്റ്റർ സ്പേസിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഓർക്കണം. വെക്റ്റർ സ്പേസിൽ നമുക്ക് 2 ഓപ്പറേഷൻസാണ് ഉള്ളത്. ഒന്ന് വെക്റ്റർ അഡീഷൻ, പിന്നൊന്ന് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഈ 2 ഓപ്പറേഷൻസും നമുക്ക് ഈ ഐയിലും ജെയിലും ചെയ്യാം. അതായത് നമുക്ക് ഐയെയും ജെയെയും സ്കെയിലാർസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇവരെ തമ്മിൽ ആഡ് ചെയ്യാനും പറ്റും. ഇവരെ തമ്മിൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഐയും ജെയും മാത്രമല്ല, ഐയുടെ ഏത് സ്കെയിലാർ മൾട്ടിപ്പിൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതുപോലെ ജെയിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾസ് എടുക്കാം. ഇവരെ തമ്മിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനൊരു എക്സാമ്പിളാണ് 3i, ഐൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആണിത്. അതുപോലെ ഐ എം ടേക്കിംഗ് 4j, ദിസ് ഇസ് എ സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് j. 3i plus 4j, I can add these vectors. Now I can say that this is a linear combination of I and j. Okay, even 0i plus 3j is a linear combination of I and j. Similarly, minus I means minus 1 times I plus 0j is another linear combination of I and j. Okay, അപ്പോൾ ലീനിയർ കോമ്പിനേഷൻ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ലെറ്റ് മീ റബ് ദിസ്. സോ ഇഫ് w is a vector in the vector space capital V, then w is said to be a linear combination of vectors v1, v2, etc. vr in V if w can be expressed in the form. ആ ഫോം എന്താണെന്ന് നമുക്ക് പറയാം. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് w is a linear combination of v1, v2, etc. vr. അപ്പോൾ v1, v2, etc. vr ഈ 6 വെക്റ്റേഴ്സിനെ നമുക്ക് സ്കെയിലാർസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇഷ്ടമുള്ള സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ വി ക്യാൻ ആഡ് ദം ടുഗെദർ. അങ്ങനെ ഏതോ രീതിയിൽ നമ്മൾ ഈ v1, v2, etc. vr-നെയൊക്കെ ഏതൊക്കെയോ സ്കെയിലാർസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അവരെ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ നമുക്ക് w കിട്ടുന്നുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ w can be expressed in the form w equal to k1 v1 plus k2 v2 plus etc. kr vr for some scalars k1 k2 etc. kr. ഓക്കെ, ഇതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ സപ്പോസ് വി ആർ ഇൻ R3. R3യിൽ ഞാനൊരു വെക്റ്റർ എടുത്തിരിക്കുകയാണ് -1 4 3 and I am taking v1 as vector v1 as 1 0 0, v2 as 0 1 0 and vector v3 as 0 0 1. വളരെ എളുപ്പമുള്ളൊരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. I can write, suppose this is my w, I can write w as -1 times 1 0 0 plus 4 times 0 1 0 plus 3 times 0 0 1. ആഡ് ചെയ്ത് നോക്കുക. -1 times 1 0 0 means -1 0 0 plus 4 times 0 1 0 means 0 4 0 and the next one is 0 0 3. If we add them together we will get w. Okay,
So this W is a linear combination of 1 0 0, 0 1 0 and 0 0 1. അങ്ങനെ ഏതെങ്കിലും സ്കെയിലാസ് ഉപയോഗിച്ച് ഒരു ലീനിയർ കോമ്പിനേഷൻ ഉണ്ടാക്കി നമുക്കത് ഡബ്ല്യുവിനോട് ഈക്വലൻ്റ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വി സേ ദാറ്റ് ഡബ്ല്യു ഈസ് എ ഈക്വലൻ്റ് അല്ല ഈക്വൽ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഡബ്ല്യു ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് വെക്ടേഴ്സ്. നൗ ഇതിൽ ഈ സ്കെയിലാസ് ആയിട്ട് വന്നിരിക്കുന്ന K1 K2 എക്സെട്ര KR അവരെ നമ്മൾ വിളിക്കുക കോഎഫിഷ്യൻസ് ഓഫ് ദ ലീനിയർ കോമ്പിനേഷൻ എന്നാണ്. ദീ സ്കെയിലാസ് K1 K2 എക്സെട്ര KR ആർ നോൺ ആസ് കോഎഫിഷ്യൻസ് ഓഫ് ദ ലീനിയർ കോമ്പിനേഷൻ. സോ ഇവിടെ നമ്മുടെ കോഎഫിഷ്യൻസ് ഓഫ് ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് -1, 4 ആൻഡ് 3. നൗ അടുത്ത തിയറം നോക്കാം. If S is equal to W1, W2, etc. WR is a non-empty set of vectors in a vector space V, then the set W of all possible linear combinations of vectors in S is a subspace of V. Next is the set W in part A. W means the set of all possible linear combinations of vectors in S is the smallest subspace of V that contains all of the vectors in S in the sense that any other subspace that contains these vectors will contain W. നമുക്ക് ഇത് പ്രൂവ് ചെയ്യാം. ആദ്യം നമുക്ക് കാണിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം കൺസിഡറിങ് W. We have given R vectors here. This W is set of all sigma I equal to 1 to R some Ci Wi, where Ci is in ഒന്നുകിൽ ആറിൽ അല്ലെങ്കിൽ സിയിൽ, അതായത് റിയൽ വെക്ടർ സ്പേസ് ആണെങ്കിൽ ആറിൽ, കോംപ്ലക്സ് വെക്ടർ സ്പേസ് ആണെങ്കിൽ സിയിൽ, for I equal to 1, 2, etc. R. അതായത് സി ഐസ് എന്ന് പറയുന്ന സ്കെയിലാസ് നമുക്ക് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും എടുക്കാം. തൽക്കാലം നമ്മൾ റിയൽ വെക്ടർ സ്പേസസ് ആണ് എടുക്കണേ. സോ ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ആവാം സി ഐ എന്ന് പറയുന്നത്. ഇങ്ങനെ എല്ലാ പോസിബിൾ കോമ്പിനേഷൻസും എടുക്കുകയാണ് നമ്മൾ. ദെൻ ദാറ്റ് വിൽ ഫോം എ സബ്സ്പേസ് ഓഫ് വി എന്നാണ് നമുക്ക് ആദ്യം കാണിക്കേണ്ടത്. സബ്സ്പേസ് ആണെന്ന് കാണിക്കാൻ നമുക്കറിയാം എന്ത് വേണം, ആദ്യം ഈ W എന്ന് പറയുന്നത് നോൺ എംപ്റ്റി ആവണം, പിന്നെ ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റണം. സോ നമുക്ക് പ്രൂഫിലേക്ക് കടക്കാം. ആദ്യത്തേത് പ്രൂവ് ചെയ്യാനായിട്ട് ലെറ്റ് W ബി ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് വെക്ടേഴ്സ് ഇൻ S. അപ്പോൾ ആദ്യം ഞാൻ W നോട്ട് ഈക്വൽ ടു 0 എന്ന് കാണിക്കാൻ പോവാണ്. നോട്ട് ഈക്വൽ ടു 0 എന്നല്ല, നോട്ട് ഈക്വൽ ടു 5, ബിക്കോസ് I can write the 0 vector as 0 times W1 plus 0 times W2 plus etc. plus 0 times WR എന്ന് എനിക്ക് വെക്റ്റർ 0നെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. So I can represent vector 0 as a linear combination of elements of capital S. Therefore, this 0 vector is in W. ഇനി അതുമല്ല, ഐ ക്യാൻ റൈറ്റ് W1 ആസ് 1 times W1 plus all other coefficients 0, 0 W2 plus etc. plus 0 Wn എന്നെനിക്ക് വെക്റ്റർ W1 എഴുതാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വെക്റ്റർ W1 എവിടെയുണ്ട്, Wയിലുണ്ട്. അതുപോലെ ഐ ക്യാൻ റൈറ്റ് W2 ആസ് വെക്റ്റർ W2 ആസ് 0 times W1 plus 1 times W2 plus 0 times W3 plus etc. plus 0 times W എന്ന് എഴുതാം. സോ W2 അവിടെയുണ്ട്. അങ്ങനെ ഓരോ W1, W2, etc. WR ഇവരെല്ലാവരും ക്യാപിറ്റൽ Wയിലുണ്ട്. അപ്പോൾ എന്തായാലും ക്യാപിറ്റൽ W നോൺ എംപ്റ്റി ആണ്. നൗ വി വിൽ ഷോ ദാറ്റ് W ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അതിനുവേണ്ടി നമ്മൾ രണ്ട് പേരെ Wയിൽ നിന്ന് എടുത്തു, യുവും വിയും. So U is a linear combination of W1, W2, etc. WR. കാരണം നമ്മൾ അങ്ങനെയാണ് ക്യാപിറ്റൽ W എന്ന് പറയുന്ന സെറ്റ് പറഞ്ഞിരിക്കുന്നത്.
ഓൾ പോസിബിൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് W1 W2 എക്സെട്ര WR എന്നാണ് ക്യാപിറ്റൽ Wനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇഫ് വി ടേക്ക് U ആൻഡ് V ഫ്രം ക്യാപിറ്റൽ W വി ക്യാൻ എക്സ്പ്രസ് ദം ഇൻ ദിസ് വേ. സ്കെയിലേഴ്സ് മാറാം. നൗ take their sum U plus V will be C1 W1 plus K1 W1, which can be written as C1 plus K1 times W1 plus C2 W2 plus K2 W2 equal to C2 plus K2 times W2 plus etc. CR plus KR times WR. ഇപ്പോൾ വീണ്ടും നമുക്ക് കാണാം, suppose this is alpha 1. This is alpha 1 W1 plus ഇതിന് പകരം ഞാൻ ആൽഫ 2 എന്ന് എഴുതാണ്. ആൽഫ 2 W2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ ആർ WR. ആൽഫ ആർ WR. സോ U plus V is again a linear combination of W1, W2, etc. WR. അപ്പോൾ പിന്നെ U plus V എവിടെ ഉണ്ടായിരിക്കും? This is an element of W. Okay. So we can say that W is closed under addition. ഇനി നമുക്ക് W ക്ലോസ്ഡ് അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണോ നോക്കണം. അതിന് വേണ്ടിയിട്ട് K എന്ന് പറയുന്നത് ഒരു ആർബിട്രറി സ്കെയിലാർ ആണെന്ന് വിചാരിക്കുക. സോ KU ക്യാൻ ബി റിട്ടൺ ആസ് KC1 W1, KC2 W2 എക്സെട്ര KCR WR. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ KC1 എന്ന് പറയുന്നത് ഒരു സ്കെയിലാറാണ്, KC2 ഈസ് അനദർ സ്കെയിലാർ എക്സെട്ര KCR ഈസ് അനദർ സ്കെയിലാർ. സോ അഗെയിൻ വി ഹാവ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് W1, W2 എക്സെട്ര WR. So we can say that this KU is also an element of W. So W is closed under scalar multiplication also. So W നോൺ എം ടി ആണ്, ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആണ്, ക്ലോസ്ഡ് അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സബ്സ്പേസ് ഓഫ് വി. നമ്മുടെ ആദ്യത്തെ തിയറത്തിൻ്റെ ആദ്യത്തെ ഭാഗം നമുക്ക് ശരിയായി. അടുത്ത റിസൾട്ട് എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സബ്സ്പേസ് ആണെന്ന് മാത്രമല്ല, ഈ W1, W2 എക്സെട്ര WR ഈ എല്ലാ വെക്ടേഴ്സിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് സബ്സ്പേസ് ആണ് W എന്നാണ് നമ്മളോട് പറയുന്നത്. സോ അത് പ്രൂവ് ചെയ്യാനായിട്ട് let W be any subspace of V that contains all the vectors in S. അപ്പോൾ W is closed under addition and scalar multiplication. Okay, I will call this W dash. Let W dash be any subspace of V that contains all the vectors in S. അതായത് W1, W2 etc. WR ഈ 6 വെക്ടേഴ്സിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ആർബിട്രറി സബ്സ്പേസ് ആണ് W1 എന്ന് കരുതുക. W1 അല്ല, W പ്രൈം. ഈ W പ്രൈം സബ്സ്പേസ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ W1, W2 എക്സെട്ര WRൻ്റെ എല്ലാ ലീനിയർ കോമ്പിനേഷനും W പ്രൈമിൽ ഉണ്ടായിരിക്കണം. കാരണം സബ്സ്പേസ് ആണല്ലോ, ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ ഈ W1 തുടങ്ങി WR വരെയുള്ള ആൾക്കാരെ നമ്മൾ ഏത് സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഇവരൊക്കെ W പ്രൈമിലുള്ളവരായതുകൊണ്ട് ഈ സ്കെയിലാർ മൾട്ടിപ്പിൾസ് എല്ലാം W പ്രൈമിലുണ്ടാവണം. ദെൻ ഈ സ്കെയിലാർ മൾട്ടിപ്പിൾസിനെ തമ്മിൽ നമ്മൾ ആഡ് ചെയ്തു, സ്കെയിലാർ മൾട്ടിപ്പിൾസ് എല്ലാം W പ്രൈമിലുള്ളവരാണ്. അപ്പോൾ അവരെ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലും W പ്രൈമിലുണ്ടായിരിക്കണം. സോ എനി ലീനിയർ കോമ്പിനേഷൻ ഓഫ് W1, W2 എക്സെട്ര WR എന്ന് പറയുന്നത് W പ്രൈമിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ W prime is closed under addition and scalar multiplication. Therefore, it contains all linear combinations of vectors in S. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങനെയുള്ള എല്ലാ ലീനിയർ കോമ്പിനേഷൻസും കൂടിയുള്ള കളക്ഷനെയാണ് നമ്മൾ W എന്ന് വിളിച്ചിരിക്കുന്നത്. സോ ഹെൻസ് ഇറ്റ് കണ്ടെയ്ൻസ് W. അതായത് W is contained in W prime. So W1, W2 എക്സെട്ര WR വരെയുള്ള 6 വെക്ടേഴ്സിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് സബ്സ്പേസ് W പ്രൈം എടുത്താലും അതിൻ്റെ ഒക്കെ ഉള്ളിൽ W ഉണ്ട് എന്ന് പറയുമ്പോൾ W is the smallest subspace which contains all the vectors in S എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇതൊന്ന് നോട്ട് ചെയ്യുക, ഇറ്റ് ഇസ് നോട്ട് W. ഇത് രണ്ടും W പ്രൈം ആണ്, പക്ഷേ ഇവിടെയുള്ളത് W തന്നെയാണ്. Now S is equal to W1, W2 etc. WR as in the previous theorem.
Suppose this is a non-empty set of vectors in the vector space V. Then the subspace W of V that contains all the possible linear combinations of vectors in S. അതായത് നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ ഡീൽ ചെയ്ത ആ വെക്ടർ സ്പേസ് ഉണ്ടല്ലോ, W എന്ന് പറയുന്ന വെക്ടർ സ്പേസ്, ആ വെക്ടർ സ്പേസിനെ നമ്മൾ വിളിക്കും ഇറ്റ് ഈസ് ദ സബ്സ്പേസ് ഓഫ് V generated by S. Subspace of V generated by S. Or we can say that the vectors W1, W2, etc. W are span W എന്നും നമുക്ക് പറയാം. ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, we will denote it by W equal to span of W1, W2, etc. W R, or W is equal to span of S. S ആണ് നമ്മുടെ W1, W2, etc. W R. അപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് ആലോചിക്കുക. നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ ഒരു സബ്സ്പേസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. W1, W2, etc. W R എന്ന് പറയുന്ന ചില വെക്റ്റേഴ്സ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അവരുടെ എല്ലാ പോസിബിൾ ലീനിയർ കോമ്പിനേഷൻസും നമ്മൾ എടുത്ത് ഒരു സെറ്റ് ഉണ്ടാക്കി. ആ സെറ്റ് സബ്സ്പേസ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ആ സബ്സ്പേസ്, നമ്മൾ ആ പറഞ്ഞ സബ്സ്പേസിനെ വിളിക്കുന്ന പേരാണ് സബ്സ്പേസ് ജനറേറ്റഡ് ബൈ എസ് ഓർ subspace spanned by S. Okay, and we can say that S spans W. W is spanned by S and S spans W. Or S എന്ന് പറഞ്ഞാൽ ആരാ? Vectors W1, W2, etc. W R. So we can say that W1, W2, etc. W R span W. Or W equal to span of W1, W2, etc. W R. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ സപ്പോസ് വി ആർ ഇൻ R3. ഓക്കെ, ദെൻ ഐ എം ടേക്കിംഗ് V1 അല്ലെങ്കിൽ W1 ആസ് 1, 0, 0 and W2 as 0, 1, 0. What will be span of W1, W2? ഈ രണ്ട് വെക്റ്റേഴ്സ് സ്പാൻ ചെയ്യുന്ന സ്പേസ് എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു സ്പാൻ ചെയ്യുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ ഓൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് W1 ആൻഡ് W2 എടുത്താൽ മതി. സോ സെറ്റ് ഓഫ് ഓൾ C1 W1 പ്ലസ് C2 W2 വേർ C1 ആൻഡ് C2 ആർ എനി റിയൽ നമ്പേഴ്സ്. ഇതാണ് സ്പാനിൻ്റെ ഡെഫിനിഷൻ പ്രകാരം. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ, ഇവിടെ W1 ആരാന്നറിയാം നമുക്ക്, 1, 0, 0. W2 is 0, 1, 0. സോ C1 W1 എന്ന് പറഞ്ഞാൽ C1, 0, 0. C2 W2 എന്ന് പറഞ്ഞാൽ 0, C2, 0. രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് C1, C2, 0, where C1 and C2 are any real numbers. C1, C2 എന്ന് പറയുന്നത് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ആവാം. 0 ആവാം, 1 ആവാം, 2 ആവാം, -1 ആവാം, -2 ആവാം, √2 ആകാം, പൈ ആവാം, E ആവാം. ഇതാരായാലും നമുക്ക് പ്രശ്നമല്ല. ടേക്ക് എനി റിയൽ നമ്പർ. ഈ C1 ആൻഡ് C2 ക്യാൻ ടേക്ക് എനി റിയൽ വാല്യൂ. സോ ഇതെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ XY പ്ലെയിനാണ്. ഓക്കെ, R3യിലെ XY പ്ലെയിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ദ സ്പാൻ ഓഫ് 1, 0, 0 ആൻഡ് 0, 1, 0 ഇസ് നത്തിങ് ബട്ട് ദ XY പ്ലെയിൻ ഇൻ R3. ഇതുപോലെ തന്നെ 1, 0, 0യും 0, 0, 1ഉമാണ് സ്പാൻ ചെയ്യുന്നതെങ്കിൽ വി വിൽ ഗെറ്റ്, ഇവിടെ പറയുന്നത് 0, 1, 0യ്ക്ക് പകരം ഞാൻ 0, 0, 1 എടുക്കാൻ പോവാണ്. സോ ദാറ്റ് ദിസ് വിൽ ബി ഓഫ് ദ ഫോം C1, 0, C2, where C1 and C2 are any real numbers. So that means XZ plane. ഇതുപോലെ 0, 1, 0യും 0, 0, 1ഉം കൂടി സ്പാൻ ചെയ്യുന്ന സ്പേസ് ആണെങ്കിൽ വി വിൽ ഗെറ്റ് എ YZ പ്ലെയിൻ. ഓക്കെ, ഇതാണ് ഈ സ്പാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.